ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതെടുക്കുന്നില്ല, പകരം ഇതിൽ പോവാം. ഇന്ന് ഫ്രൈഡേ ആണ്, നമുക്കൊന്ന് പള്ളിയിലൊക്കെ പോകണം. ഈ രണ്ട് വണ്ടിയിൽ നിന്ന് റെസ്റ്റ്, നമുക്ക് ഇതിലോട്ട് പോകാം. നമ്മുടെ കുഞ്ഞു വണ്ടിയാണ്, നമ്മുടെ എന്താ പറയുക, എൻ്റെ ആദ്യത്തെ കൺമണി കണക്കുള്ള വണ്ടിയാണ്. ചെറിയ വണ്ടിയാണ്. ഇതിലാണ് ഞാൻ മിക്കപ്പോഴും പോകുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 1,22,600 2019 മോഡൽ വണ്ടിയാണ്. ഡീസലായിട്ട്. ചുമ്മാ ഒരു ഡ്രൈവ് പോവാം. അടിപൊളി വണ്ടിയാണ്, നല്ല പെർഫോമൻസ് ആണ്, നല്ല ഹാൻഡ്ലിംഗ് ആണ്, നല്ല മൈലേജുമാണ്, നല്ല പവറുമാണ്. കിടിലം വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എവിടെയും കൊണ്ടുപോകാം. ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന കണക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറ്റും, പാർക്കിംഗ് സ്പേസ് കിട്ടും, പിന്നെ ഹാൻഡ്ലിംഗ് നല്ലതാണ്, പിന്നെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നല്ലൊരു വണ്ടിയാണ്. സർവീസ് കോസ്റ്റും നല്ല കുറവാണ്. ഹ്യുണ്ടായിയുടെ ഞാൻ യൂസ് ചെയ്യുന്നതിൽ ആദ്യത്തെ വണ്ടി ഇതാണ്. ഈ വണ്ടി യൂസ് ചെയ്തിട്ടാണ് ഹ്യുണ്ടായി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട കാര്യം. ഈ വണ്ടിയിൽ കിട്ടുന്ന ഒരിത് എനിക്ക് ഇതിലൊരു ചെറിയ എൻജിൻ, അതായത് ചെറിയ വണ്ടിക്കകത്തൊരു പവർഫുൾ എൻജിൻ കയറ്റി വെച്ചിട്ട്, പിന്നെ ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഇത്രയും ബ്രേക്കിംഗ് എനിക്ക് വേറൊരു വണ്ടിയിലും കിട്ടും. ഭയങ്കര സഡൻ ബ്രേക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് ഹൈലി സഡൻ ബ്രേക്കിംഗ്. ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്താൽ മതി, വണ്ടി അപ്പം പമ്പ് ചെയ്യും. അടിപൊളി ബൂസ്റ്റർ കിറ്റാണ് ഇതിൽ വരുന്നത്. ഇത് ഞാൻ വിചാരിച്ച ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കും, പക്ഷേ ഹ്യുണ്ടായിയുടെ i10 സീരീസിന് ഫുള്ള്, ഇതിന് മുമ്പ് ഇറങ്ങിയിരുന്ന i10 ഷോറൂമിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഇറങ്ങിയിരുന്ന i10 ഇതിൽ നിന്നും ബ്രേക്ക് കൂടുതലായിരുന്നു. അങ്ങനെ കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിട്ട് വരുമായിരുന്നു ഇതിൻ്റെ ബ്രേക്കിംഗ് കാരണം അത്ര ബ്രേക്കിംഗ്, പിടിച്ചുടനെ വണ്ടി അങ്ങ് നിൽക്കാം, ഓവർ ബ്രേക്കിംഗ്. പക്ഷെ നമുക്ക് ഓവർ ബ്രേക്കിംഗ് ആണ് ആവശ്യം എപ്പോഴും. പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് ഓവർ ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ കണക്ക് തൊട്ടുടനെ നിൽക്കണം. ഇങ്ങനെ ജസ്റ്റ് ഒരു ടാപ്പ് അടിച്ചാൽ തന്നെ വണ്ടി സഡൻലി പമ്പ് ചെയ്യും. ഇത് ഓടിച്ചിട്ട് വേറൊരു വണ്ടി കയറി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ബ്രേക്ക് ഇല്ലേന്നാണ്. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആവും. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ബ്രേക്കിംഗ് അന്യായ ബ്രേക്കിംഗ് ആണ്. ഞാൻ ഈ വണ്ടി പിന്നീട് റിവ്യൂ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പം ഈ വണ്ടിയാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച കാര്യം. എന്തോ ഈ വണ്ടി ഇന്നെടുത്ത് ഓടിക്കണമെന്ന് തോന്നി. റോഡെല്ലാം പൊളിച്ചിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 1 ഇയർ കഴിയുമ്പോൾ ഇതെല്ലാം ബൈപ്പാസായി മാറും. പിന്നെ വണ്ടി ഫീച്ചേഴ്സ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് ഫുൾ ഓപ്ഷനാണ്, ഡീസലിൽ ഫുൾ ഓപ്ഷൻ. ഇതിൽ കാർപ്ലേ, എൻഫർടൈൻമെൻറ്റിൽ കാർപ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC, പിന്നെ കീലെസ് ആണ്, കീലെസ് എൻട്രി. ഇതിൽ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി 3 ഫീച്ചറുണ്ട്: ട്രങ്ക് ഓപ്പൺ, അൺലോക്ക്, ലോക്ക്. പിന്നെ ക്ലസ്റ്റർ ഈ ടൈപ്പ് ക്ലസ്റ്ററാണ്. ബാക്കി പിന്നെ സ്റ്റിയറിങ്ങിൽ സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. സ്വിച്ച് കാര്യങ്ങൾ, കൺട്രോൾസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് മൗണ്ടായിട്ട്. എല്ലാം കൊണ്ടും ഒരു സംഭവം ചെറിയ വണ്ടിയാണെങ്കിലും ഫീച്ചേഴ്സ് ആവശ്യത്തിന് ലോഡഡാണ്. 2019 ആ ടൈമിൽ ഈ പറഞ്ഞ കണക്ക് എല്ലാ ഫീച്ചേഴ്സും ഒരു കുഞ്ഞു വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടുവന്ന ഒരു മോഡലാണ്. സൺറൂഫ് ഇല്ല. നല്ല പവറാണ് വണ്ടി, നല്ല പവർ, അടിപൊളി വണ്ടിയാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ്, 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ പറഞ്ഞ റിഫൈൻമെൻറ്റ് കുറവല്ല. 3 സിലിണ്ടർ ആയിട്ട് സഡൻ പിക്കപ്പ് ആയിരിക്കും വണ്ടി. റിഫൈൻമെൻറ്റ് ഇച്ചിരി കുറവും സഡൻ പിക്കപ്പും ആയിട്ട് വരും. ടർബോ ഡീസൽ എഞ്ചിൻ.
സർവീസ് കാര്യങ്ങളെല്ലാം നല്ല കുറവാണ്, നല്ല എമൗണ്ട് കുറവാണ് വരുന്നത് I10. പിന്നെ ടയർ സൈസ് ഇത് അലോയ് വരുന്ന മോഡലാണ്, ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അലോയ് വരുന്നത്. അതായത് എനിക്കൊന്ന് 15 ഇഞ്ചാണെന്ന് തോന്നുന്നു അലോയ്. 15 ഇഞ്ച് അലോയ് ആണ് വരുന്നത്. അലോയ് വരുന്ന ഡയമണ്ട് കട്ട് അലോയ് ആയിരുന്നു ഇതിൽ അന്ന് ആ മോഡലിൽ വന്നിരുന്നത്. എടുത്തിട്ട് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാര്യം എല്ലാം ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് തന്നെ കാർ പ്ലേയും എല്ലാം ഉണ്ട്. സ്റ്റീരിയോ, കാർ പ്ലേ, സ്പീക്കർ എല്ലാം ഫുള്ളി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു സീറ്റ് കവറും സ്റ്റിയറിംഗ് കവറും ഇത് അന്ന് അടിച്ചതാണ്, ഇതുവരെ മാറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് മാറ്റണം, കാരണം ഇതിൻ്റെയൊക്കെ സ്റ്റിച്ച് ഔട്ടായി. ഇനിയിപ്പോൾ സീറ്റ് കവറും മാറ്റി ഇത് സ്റ്റിയറിങ്ങിൻ്റെ കവറും മാറ്റണം. ഈ വണ്ടിയിൽ ഞാൻ മിക്കയിടത്തും പോയിട്ടുണ്ട്, എല്ലായിടത്തും. ഇന്ത്യയുടെ പകുതി വരെയൊക്കെ ഇതിൽ പോയിട്ട് വരും. നല്ല കംഫർട്ടാണ് ഓടിക്കാനും, നല്ല പവർ ഉള്ളതുകൊണ്ട്. ഈ പറഞ്ഞ കുഞ്ഞു വണ്ടിയും പവറും ഉള്ളതുകൊണ്ട് നല്ല സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ സ്പീഡ് കയറി എന്ന് പറഞ്ഞ് സ്റ്റെബിലിറ്റി കുറവ് വരാനോ അങ്ങനെ ഒന്നുമില്ല, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസൽ I10 ഉള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കാര്യം അവർക്കറിയാം ഈ വണ്ടിയുടെ പവർ എങ്ങനെയാണെന്ന്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 18 അടുപ്പിച്ചൊക്കെ കിട്ടും, 18-19 അടുപ്പിച്ചൊക്കെ. എങ്ങനെ ഓടിച്ചാലും 18-19 ആവറേജ് വന്ന് നിൽക്കും. ഇച്ചിരി പിടിച്ചോടിക്കുവാണെങ്കിൽ 20 ഇപ്പോൾ കിട്ടുമായിരിക്കും. എനിക്കൊരു 18-19 ഇടയിലായിട്ടാണ് എനിക്ക് എപ്പോഴും മൈലേജ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കാണ് ഈ വഴി. റൂള് കണക്കിനാണെങ്കിൽ ഇൻ്റർസെക്ഷനിൽ നിൽക്കുന്ന ഒരാൾ വേണം ഇത് നോക്കി കയറാൻ. അവൻ അവിടെ വണ്ടി നിർത്തി വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവൻ കയറാൻ. ഓടി വരുന്ന വണ്ടിയല്ല അവിടെ നിർത്തേണ്ടത്. ഓടി വരുന്ന വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. നിർത്തേണ്ട കടമ അവനിക്കാണ്. അതായത് ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ഇൻ്റർസെക്ഷൻ്റെ റൂൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇൻ്റർസെക്ഷനിൽ പാസ് ചെയ്ത് പോകുന്ന വണ്ടി സ്ട്രൈറ്റാ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ഇവർ ചവിട്ടി നിർത്തത്തില്ല. വണ്ടി എപ്പോഴും കുറയുമോ അപ്പോഴും വേണം ഇൻ്റർസെക്ഷനിൽ നിന്ന് വരാൻ. ഇല്ലെങ്കിൽ അവിടെ സിഗ്നലോ പോലീസോ നിന്ന് നമ്മളെ തടയണം. അല്ലാത്ത പക്ഷം നമ്മൾ ഫ്രീ ഫ്ലോ പോലെ ഓടിക്കൊണ്ടേയിരിക്കണം. നമുക്കാണ് അവിടെ പ്രയോറിറ്റി വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഇന്ത്യൻ റൂളല്ല, ഇൻ്റർനാഷണൽ റൂളാണ്. ദുബൈയിലൊക്കെ നമുക്ക് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ഈ പറഞ്ഞ ഈ റൂളാണ്. ഇൻ്റർസെക്ഷനിൽ ആരാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഓടി വരുന്നവൻ്റെ ആ റോഡ് എങ്ങനെയാണോ വരുന്നത് അവർക്കാണുള്ളത്. ഇൻ്റർസെക്ഷനിലോട്ട് വരുന്നവർ നിർത്തി വണ്ടി ഉണ്ടോ എന്ന് നോക്കുക. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, അവിടുത്തെ ഏതാണോ സ്റ്റിയറിംഗ് വരുന്ന അതിലോട്ട് ആ ദിശയിലോട്ട് നോക്കുക. നോക്കിയത് ഇപ്പം നമുക്ക് റൈറ്റ് സ്റ്റിയറിംഗ് ആയിട്ട് നമ്മളെപ്പോഴും റൈറ്റ് വേണം ഇൻ്റർസെക്ഷനിൽ ഫോക്കസ് ചെയ്യാൻ. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കുമല്ലോ വണ്ടി വരുന്നത്. ഇപ്പോൾ ആ വണ്ടി നേരത്തെ ഹോണ്ട സിറ്റി വന്നതുപോലെ. അപ്പോൾ റൈറ്റ് നോക്കുക. റൈറ്റ് നോക്കിയതിന് ശേഷം വണ്ടി ഇല്ലാന്ന് അവൻ ഉറപ്പ് വരുത്തണം, നമ്മളല്ല. നമ്മൾ ഫ്രീ ഫ്ലോ ആയിട്ടാണ് ഓടുന്നത്, പക്ഷെ നമ്മൾ ശ്രദ്ധ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ചവിട്ടുന്നത്. ഇൻ്റർസെക്ഷനിലെ റൂൾ എപ്പോഴും ഇൻ്റർനാഷണൽ റൂൾ തന്നെയായിരിക്കും. നമുക്ക് ഈ നോർമലി സ്ട്രീറ്റ് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ആയിരിക്കില്ല, ഈ ബൈപ്പാസ്. അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ബൈപ്പാസിൽ വരുന്നത്. ഹൈവേയിൽ ഓടിക്കുന്നതിന് വേറൊരു റൂളാണ്. ഈ റൂള് നമ്മൾ എന്ന് പഠിക്കുമോ അന്ന് മാത്രമേ നമുക്ക് ഹൈവേയിൽ നമുക്ക് സമാധാനത്തോടെ വണ്ടി ഓടിക്കാൻ പറ്റൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 100 ഓടിക്കുന്ന ഒരു ബൈക്കുകാരൻ ഹൈവേയിൽ കറക്റ്റ് ലൈൻ അല്ല അവൻ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം 100 സ്പീഡിൽ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ബൈക്കുകാരനാണെന്ന് വെച്ചോ, ഒരു എക്സാമ്പിൾ. അതേ 100 സ്പീഡിൽ ഒരു കാറുകാരൻ വരുവാണ്. ജസ്റ്റ് അവൻ്റെ ഒരു മിറർ ഈ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ബൈക്കുകാരൻ തറയിൽ വീഴും. കാറുകാരനൊന്നും സംഭവിക്കാനില്ല. ഞാൻ പറഞ്ഞ തട്ടിയിടണമെന്നല്ല, പക്ഷെ തട്ടിയാൽ ഈ ബൈക്കുകാരനാണ് ആഘാതം ഏൽക്കുന്നത്. മേ ബി ഡെത്ത് വരെ സംഭവിക്കാം, ഇല്ലെങ്കിൽ ഇഞ്ചുറീസ് ആവാം. പക്ഷെ കാറുകാരനൊന്നും വരാനില്ല. മാക്സിമം പോയാൽ ഒരു ബമ്പർ, ഫെൻഡർ, മിറർ, ഡോർ
പെയിൻറ്റിങ്ങോ ഡെൻറ്റിങ്ങോ. ഇതിൽ കൂടുതലൊന്നും വരാൻ കാറുകാരനില്ല. കാര്യം എന്തുകൊണ്ട്, അവൻ ഒരു ക്യാബിനകത്തിരിക്കുക, സേഫാണ്, 80% സേഫാണ് ഹൈവേ ഡ്രൈവിൽ. കാറും കൂട്ടി ഇടിച്ചാൽ പോലും ആ സ്പീഡിൻ്റെ ആഘാതം വെച്ചോ ഇടിയുടെ ഇത് വെച്ചോ ആയിരിക്കും ബാക്കി വരുന്നത്. അപ്പോഴേ ഈ പറഞ്ഞ കണക്ക് ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പം ഇൻ്റർനാഷണൽ റൂള് തന്നെ നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നതാണ് സേഫ്റ്റി. അപ്പോൾ ബൈക്ക് എന്തോ വേണം, കൂടുതലും ലെഫ്റ്റ് ലൈൻ തന്നെ കീപ്പ് ചെയ്ത് പോയാൽ ഒരു പരിധി വരെ അപകടം ഒഴിവാക്കാം. പിന്നെ ഇൻ്റർസെക്ഷൻ്റെ കാര്യങ്ങൾ, ലൈൻ ചേഞ്ച്, ലൈൻ ഡിസിപ്ലിൻ, ഷോൾഡർ ചെക്ക്, ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരുവിധം, കാരണം ബൈപ്പാസ് എല്ലാം ഇപ്പം 3-way 4-way പോലെ ആയി വരുവാണ്. ഇതിപ്പോൾ 2-way ആണ്, ഇത് 2-way ട്രാക്കാണ്. 2-way അങ്ങോട്ട് 2-way ഇങ്ങോട്ട് കണക്കിന് നമുക്കിത് 4-way എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് 2-way ട്രാക്കാണ്. ഇനി 8-way വരുന്ന, ദുബൈയൊക്കെ 8-way ഉണ്ട്, 10 ലൈൻ വരുന്നതുണ്ട്, 8 വരി പാത, 6 വരിയൊക്കെ എല്ലായിടത്തും സുലഭമായിട്ട് നമ്മൾ കാണുന്നത്, 6 വരി 8 വരിയൊക്കെ. അപ്പം നമുക്ക് ഈ 6 വരിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ റൂൾ വെച്ചാണെങ്കിൽ ലെഫ്റ്റിലത്തെ 2 ലൈൻ ഫാസ്റ്റ് ലൈൻ, മിഡില്, പിന്നെ സ്ലോ ലൈൻ, ട്രക്ക് ലൈൻ, ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ളായിട്ട് ഒരു കൺട്രോൾ ചെയ്ത്, കാരണം ലെഫ്റ്റ് പിടിച്ച് പോകുന്ന ഒരാൾക്ക് ഫാസ്റ്റ് ലൈനിൽ കൂടെ ഓടിക്കൊണ്ടേയിരിക്കാം, അവിടെ കയറി സ്ലോ ചെയ്യേണ്ട കാര്യമില്ല. സെൻറ്റർ പിടിക്കുന്ന ഒരാൾക്ക് സ്ലോയിൽ പോവാം, പിടി കിട്ടുന്നു. അപ്പം ഈ പറഞ്ഞ കണക്ക് സ്ലോ, എല്ലാ വണ്ടിയും ഒരേപോലത്തെ പെർഫോമൻസ് അല്ല. എല്ലാ വണ്ടിക്കും ഇപ്പം ഈ പറഞ്ഞ ഓൾട്ടോ 800ഉം ബെൻസിനും ഈ പറഞ്ഞ കണക്ക് ഓൾട്ടോ 100 കയറുന്ന, 100 ഓൾട്ടോയും കയറും ബെൻസും കയറും, പക്ഷേ കയറുന്നതിൻ്റെ ആ സ്പീഡ് വേരിയേഷൻ ഉണ്ടാവും. ഓൾട്ടോ ചിലപ്പോൾ 100 കയറാനായിട്ട് ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് എടുക്കുവാണെങ്കിൽ ബെൻസ് ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് കൊണ്ട് 100 കയറും. അപ്പോൾ ആ വണ്ടിയെ നമ്മൾ 100ൽ തന്നെ, ഇല്ലെങ്കിൽ ഓൾട്ടോയും 100ൽ തന്നെ ഫാസ്റ്റ് ലൈനിൽ പോകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാര്യം ചിലപ്പോൾ എഞ്ചിൻ ഓണായി പോകും, ഒത്തിരി നേരം 100ൽ പോകുമ്പോൾ സ്ട്രെയിൻ എടുക്കും, മനസ്സിലാവുന്നു. അപ്പം മറ്റേ ബെൻസിന് ചിലപ്പോൾ അത് പോകാൻ പറ്റുമായിരിക്കും, എത്ര നേരം വേണമെങ്കിലും 100 എബോവ് പിടിച്ചിട്ട് ചിലപ്പോൾ ഒരു 300 കിലോമീറ്റർ ഓടിക്കാം. ഇത് ചിലപ്പോൾ ഒരു 100 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് തന്നെ എഞ്ചിൻ ഓണായി പോകും, കാര്യം കാലപ്പഴക്കം കൊണ്ടും അങ്ങനെ. അതുകൊണ്ട് എന്തോ സിസ്റ്റം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലൈൻ മാറ്റിയിട്ട് അല്ല സ്ലോ ലൈനും ഉണ്ട്, അത് പിടിച്ചാൽ മതി. സ്ലോ ലൈൻ പിടിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവർക്കൊരു 100 പിടിക്കണ്ട, 100ന് താഴെ പിടിച്ചാൽ മതി, ഒരു 60 പിടിച്ചങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം. പിന്നെ മിനിമം റേഞ്ചും ഉണ്ട്, അതായത് ഇത്രയ്ക്ക് താഴെയും പോകരുത്, സ്പീഡിന് മേളിലും പോകരുത്. അത് വന്നു കഴിഞ്ഞാൽ, കാരണം ബാക്കിൽ നിന്ന് വരുന്നൊരു വണ്ടിക്കാരന് ബുദ്ധിമുട്ട് വരരുത്. ബാക്കിൽ നിന്ന് നമ്മൾ തീരെ അങ്ങ് സ്ലോ, റഡാറും ഫൈനും പേടിച്ചിട്ട് നമ്മൾ തീരെ സ്ലോ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടിക്കാരന് ബുദ്ധിമുട്ടല്ലേ. അപ്പം മിനിമം വെച്ചിട്ടുണ്ട്, 100-120ൻ്റെ ട്രാക്കിൽ മിനിമം 60ക്ക് താഴെ വണ്ടി വരരുത്, എന്നാൽ 120ന് മേളിലും പോകരുത്. 120ന് മേളിൽ ദുബൈയിലൊക്കെ 20 കിലോമീറ്റർ ബാറിങ് വരും, അതായത് 140 വരെ പോകും, അബുദാബിയൊക്കെ 120. ഇതിപ്പോൾ ഞാൻ ദുബൈ റൂള് പറഞ്ഞതല്ല, പക്ഷേ എന്നാൽ പോലും നമ്മളൊരു ഇൻ്റർനാഷണൽ റൂള് വെച്ചിട്ടാണെങ്കിൽ ബൈപ്പാസിൽ ഓടിക്കുവാണെങ്കിൽ നമുക്ക് അപകടം ഒഴിവാക്കാൻ, ബ്ലോക്കേജും വരത്തില്ല. കാര്യം ഫാസ്റ്റ് ലൈനിൽ ഒരാൾ ഭയങ്കരമായിട്ട് സ്ലോ ചെയ്ത് പോവുക, 60, ഇത് ചിലപ്പോൾ 80ൻ്റെ റോഡാണ്, ഇതിൽ എനിക്ക് 60ന് മേളിൽ ഇവിടെ കയറാൻ പറ്റുന്നേ ഇല്ല. 80 മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ മുട്ടിൽ പോയിരിക്കും. എന്നാൽ നമ്മൾ നോക്കിയേ, ലെഫ്റ്റ് ലൈൻ പിടിച്ചു കഴിഞ്ഞാൽ റോഡ് ഫ്രീ ആണ്, റോഡ് ഫ്രീയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇത്രയും സ്ലോ ആവുന്നതുകൊണ്ടാണ് നമ്മളും സ്ലോ ആയത്. ഞാൻ പുള്ളിയെ കുറ്റം പറഞ്ഞല്ല, പുള്ളി ഹെവി ഡ്രൈവറാണ്, ഹെവി വണ്ടിയാണ്, ലോഡും വണ്ടിയാണ്. അപ്പം ആ പുള്ളിയെ കുറ്റമായിട്ടല്ല, പക്ഷേ ആ പുള്ളി ലെഫ്റ്റ് തന്നെ പിടിച്ചൊരു 60 പിടിച്ച് പോയി കഴിഞ്ഞാൽ ആ ട്രാക്കിൽ സ്ലോ ആയിട്ട് വരുന്ന വണ്ടികളുണ്ടെങ്കിൽ അവരെ കൂടെ ഇങ്ങനെ അവരങ്ങ് ഓടിക്കോളും. പക്ഷേ നമുക്കൊരു 80 പിടിച്ച് ഈ റോഡിൽ ഓടിക്കാൻ പറ്റും, പിടി കിട്ടുന്നോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ റൂള്, ആ ഒരു റൂള് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ബൈപ്പാസും ഫ്രീ ഫ്ലോ ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും, ഒരു ബുദ്ധിമുട്ടും ആർക്കും വരത്തില്ല. അപ്പം ഇതാണ് റൂള്. ഇത് ഈ ഇൻ്റർസെക്ഷൻ ആയാലും സിഗ്നൽ അവർക്ക് പോകാൻ, ഇതിവിടെ സിഗ്നൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. സിഗ്നൽ ഉള്ളതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല, സിഗ്നൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മളും കൂടെ ശ്രദ്ധിക്കണം, കാര്യം റോങ് സൈഡ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്കാണ് കേടുവരും. പുറത്തൊന്നും അങ്ങനെ ഇല്ല, സിഗ്നൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സിഗ്നൽ ഉണ്ടോ ചവിട്ടുക, പെഡസ്ട്രിയൻ ഉണ്ടോ ചവിട്ടുക, പെഡസ്ട്രിയൻ എത്തുന്ന ഒരു വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്ന രീതിയിൽ ഡിസ്റ്റൻസ് വിട്ട് പോവുക. ഇവിടെ പിന്നെ അങ്ങനെ നടക്കത്തില്ല നമ്മുടെ നാട്ടിൽ. നമ്മൾ ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ 2 വണ്ടീൻ്റെ ഇടയിൽ വരും. നാടിൻ്റെ കുറ്റമെന്ന് പറയാനില്ല, നമ്മൾ ആ ഒരു രീതിയിലല്ല നമ്മളെ ലേണേഴ്സ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്, അതുകൊണ്ട് നമ്മളത് പഠിച്ചില്ല. അവിടുത്തെ വേറെ, ഇവിടുത്തെ വേറെ. നമുക്കിപ്പോൾ ഈ നാട്ടിൻ്റെ രീതിയിൽ ഓടിച്ചാൽ മതി, എങ്ങനെയാണോ ആ റൂൾസ് പറയുന്ന ആ റൂളിനനുസരിച്ച് പോയാൽ മതി, ബുദ്ധിമുട്ടില്ല നമ്മൾ. കാരണം ഫുൾ ഇവിടെ അവിടുത്തെ റൂള് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിച്ച് ഒരിടത്തും പോകാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. മിറർ ചെക്ക്, ലെഫ്റ്റ് ചെക്ക്, ഷോൾഡർ ചെക്ക്, തിരിക്കുക. ഇനി
ഇവിടുത്തെ റോഡും അങ്ങനെയാണ്, നമുക്ക് ഫുൾ ലൈൻ കീപ്പ് ചെയ്ത് തന്നെ ഓടിക്കാൻ പറ്റണമെന്നില്ല. കാരണം എല്ലായിടത്തും വരയൊന്നുമില്ല. അഥവാ വരേണ്ടത് തന്നെ ലെഫ്റ്റിൽ ചിലപ്പോൾ പാർക്ക് ചെയ്ത് കാർ ഇട്ടേക്കും, ഇങ്ങനെ പിടിച്ചു പോകും. അപ്പം നമുക്ക് കയറി പോകാനായിട്ട് നമ്മൾ ലൈൻ കട്ട് ചെയ്തേ പറ്റൂ. ലൈൻ കട്ട് ചെയ്ത് തന്നെ ഇപ്പുറത്ത് വരേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഫുൾ സ്റ്റഡി പിടിച്ച് പോയി കഴിഞ്ഞാൽ സ്ലാബിൽ പോയിരിക്കും. അതുകൊണ്ട് അത് ആരെയും കുറ്റമൊന്നുമല്ല. നമ്മളെ റോഡിൻ്റെ നമ്മുടെ നാട് വേറെ ഇൻഫ്രാസ്ട്രക്ചറാണ് വരുന്നത്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ഫുള്ളി ഡെവലപ്പാകും. കണ്ടില്ലേ, എല്ലാം നല്ല ഡെവലപ്പായി വരുന്നത്. രാജ്യം നല്ല പുരോഗമിക്കുന്നു. മൊത്തത്തിൽ ഡെവലപ്പിംഗ് ആയി അങ്ങ് വരിക. കുറച്ച് കാലം കഴിയുമ്പോൾ സെറ്റാവും. ഇപ്പോഴത്തെ ജനറേഷൻ ഈ പറഞ്ഞ കണക്ക് എല്ലാവരും പുറത്തു പോയും പഠിച്ചും കാര്യങ്ങളും വന്നപ്പോൾ എല്ലാവരും ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലും വരണമെന്നുള്ള ഇതായി, റോഡിൻ്റെ കാര്യത്തിലും എല്ലാം. അപ്പം ഈ പറഞ്ഞ കണക്ക് നല്ല ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, നല്ല ഡെവലപ്പ് ആവുന്നുണ്ട്. ഇപ്പം നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറും നല്ലൊരു ഡെവലപ്മെൻറ്റും എല്ലാം. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ആ കമൻറ്റിന് ഇൻ കേസ് വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.